ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് കാണിക്കാൻ പോകുന്നത് തൃശ്ശൂർ സൂവിലുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ കാണിക്കുന്ന ടൈഗറിൻ്റെ ഇതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ കൂടുതലും ടൈഗറിൻ്റെ ഇതും പിന്നെ ഹിപ്പോട്ടാമസ് പിന്നെ വരുന്നത് ഒട്ടകപ്പക്ഷി അതിൻ്റെ ഒരു ഇതുമാണ് നമ്മൾ വലുതായിട്ട് നമുക്ക് കണ്ണിൽ കാണുന്നത്. കാര്യം എന്ന് വെച്ചാൽ അത്രയും നമുക്ക് കാണാനായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എല്ലാവരും ജസ്റ്റ് ഒന്ന് വന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണണം. കാണാനായിട്ടുണ്ട് കാഴ്ച. പിള്ളേർക്കൊക്കെ ആകുമ്പോൾ വളരെ ഇഷ്ടപ്പെടും. കാര്യം എന്ന് വെച്ചാൽ നൈന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സൂവിൽ ഇങ്ങനെ വരുന്നത് കാണുന്നതൊക്കെ. അപ്പോൾ നൈനുവിനെ ഒന്ന് കാണിക്കാമെന്ന് കരുതി കൊണ്ടുവന്നതാണ്. അപ്പോൾ ജസ്റ്റ് വളരെയധികം അവൾക്കും ഇഷ്ടപ്പെട്ടു. ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആനിമൽസിനെയും ബേഡ്സിനെയൊക്കെ കാണിക്കാനായിട്ട് പറ്റി. ഇത് കണ്ടോ, അത്യാവശ്യം ഇപ്പോൾ ബേഡ്സിൻ്റെയൊക്കെ തന്നെ പല പല വെറൈറ്റീസൊക്കെ ഉണ്ട്. പിന്നെ വരുന്നത് സ്നേക്ക്, അങ്ങനെ പല ഇതും ഉണ്ട് കേട്ടോ കാണാനായിട്ട്. അതുകൊണ്ട് ബേഡ്സിൻ്റെ തന്നെ പല പല വെറൈറ്റീസൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ കുറച്ചേ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ. പിന്നെ വരുന്നത് മാൻ, മ്ലാവ്, അങ്ങനെ പല ഇതുണ്ട്. അതുങ്ങൾ ആ വെള്ളത്തിലൊക്കെ കിടന്ന് കുളിക്കുന്നതും മെഴുകുന്നതും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വരുന്നത് സ്നേക്കിൻ്റെന്ന് വെച്ചാൽ മൂർഖനാണ് കൂടുതലും കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഇതായിട്ട്. പിന്നെ വരുന്നത് ആമയുടെ ഒരു ഇതാണ് കേട്ടോ, നൈന് എത്തി നോക്കുന്നത് അതാണ്. പിന്നെ യമുനെ കാണിക്കുന്നുണ്ട്. പിന്നെ ടൈഗറിൻ്റെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള കുറേ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു പിക്ക് എടുത്തു. അവിടെ നിന്ന് തന്നെ നല്ല സീനറി ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു പിക്ക് എടുത്തു. ഇതുണ്ടോ, ബേഡ്സ് തന്നെ വെറൈറ്റീസ് കുറേ ഉണ്ട്. ഹിപ്പോപ്പൊട്ടാമസ് കഴിക്കുന്ന ഫുഡിൻ്റെ ഇത് കൊടുക്കുന്നതിൻ്റെ ഇതാണ് ഉണ്ടോ, നല്ല ഇതാണ്. എല്ലാവരും ഫസ്റ്റ് ഒരു തവണയെങ്കിലും വന്ന് നോക്കണം. പിന്നെ മുതലയുടെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. നൈനുവിന് വളരെയധികം ഇഷ്ടമായി. കാരണം കൂടുതലും മങ്കിയുടെ സെക്ഷനിലാണ് അവൾ പോയത് കാണാനായിട്ട്. പിന്നെ വരുന്നത് കണ്ടോ, ഇത് അണലിയുണ്ട്, മൂർഖനുണ്ട്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പച്ചിലപ്പാമ്പ്, അങ്ങനെ കൂടുതലും മൂർഖനാണ് കേട്ടോ ഉള്ളത്. പിന്നെ മലയണ്ണാൻ കണ്ടോ, അതിങ്ങനെ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോ കറക്റ്റായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ നടന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരിത് ആണ് കാണിക്കുന്നത്. കണ്ടോ, ടൈഗറിൻ്റെ തന്നെ നല്ല വലിപ്പവും നല്ല ഇതായിട്ടുള്ളതാണ്. ഒരാൾ മേത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ തന്നെ ആൾ അത്രയും വലിപ്പമുണ്ട്. പിന്നെ നൈനുവിനെ അവിടെ തന്നെ പാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നൈനുവിനെ കുറച്ച് നേരം അവിടെ കളിപ്പിച്ചു. അത്യാവശ്യം നല്ലതായിരുന്നു. അത്യാവശ്യം പിള്ളേർക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ചെറിയ എല്ലാ സംഭവവും ഉണ്ടായിരുന്നു. കണ്ടോ, പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ അതിനെ എടുത്തിട്ടില്ല. നല്ല രസമുണ്ട്. ഈ പാർക്കിൻ്റെ ഈ ചെറിയ ഇവിടെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് പിക്ചർ, ഇവിടെ നല്ല സീനറി ആയതുകൊണ്ട് പിക്ചർ എടുത്തു. ഈ കണ്ടോ, പാർക്ക് അത്യാവശ്യം പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാം ഉണ്ട്. പിന്നെ നൈനുവിന് ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്തു. കണ്ടോ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.